പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപം, ജാൻമണിക്കെതിരെ കേസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും നവമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇന്നലെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകാൻ മഹിളാ മോർച്ച തീരുമാനമെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലിക്ക് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് പരാതി നൽകി. പ്രധാനമന്ത്രിയെ ജാൻമണി അപമാനിച്ചതായി നവ്യ ഹരിദാസ് ആരോപിച്ചിരുന്നു. പരാമർശത്തിന് പിന്നിൽ ഭാഷാ പരിമിതിയല്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ജാൻമണിയുടെ മാപ്പ് പറച്ചിൽ അംഗീകരിക്കുന്നില്ലെന്നും തെറ്റ് ചെയ്തതിനു ശേഷം മാപ്പ് പറഞ്ഞാൽ തീരില്ലെന്നായിരുന്നു മഹിളാ മോർച്ചയുടെ നിലപാട്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും മഹിളാ മോർച്ച പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. ജന്തർ മന്ദർ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ ജാൻമണിയുടെ പരാമർശമുണ്ടായത്. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അധിക്ഷേപിക്കുന്ന നിലയിലായിരുന്നു പരാമർശം. എന്നാൽ പലയിടങ്ങളിൽ നിന്നും ഭീഷണി കോളുകൾ വന്നതിനെ തുടർന്ന് ജാൻമണി മാപ്പ് പറയുകയായിരുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞതെന്നും പരസ്യമായി ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു വീഡിയോ ഭയങ്കര പ്രശ്നമായി പോയി. സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല. ഡൽഹിയിലെ ഒരു കണ്ടന്റ് കണ്ട് മീഡിയ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ചിലപ്പോൾ ഞാൻ മലയാളം പറയുന്നത് ശരിയാകില്ല. ഇങ്ങനെയായിരുന്നു ജാൻമണിയുടെ വിശദീകരണം. രാവിലെ മുതൽ എനിക്ക് കുറേ ഭീഷണി കോളുകളും മെസ്സേജുകളും വന്നപ്പോൾ കാര്യം മനസ്സിലായില്ല. എൻ്റെ കുറേ സുഹൃത്തുക്കൾ വിളിച്ച് അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ നൽകിയവരോടെല്ലാം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നും അവർ പറഞ്ഞിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സൗദി അറേബ്യ, അബുദാബി, ഇന്ത്യ, കേരളം തുടങ്ങി എല്ലായിടത്തു നിന്നും കോളുകൾ വരുന്നു. സത്യം പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞത്. കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ മോദിയെക്കുറിച്ചായിരുന്നില്ല തൻ്റെ പരാമർശമെന്നും അവർ പറഞ്ഞിരുന്നു. BNS 192, 356(2) കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.